പിന്തുണ പുറത്ത് കുന്നോളമുണ്ട്, പക്ഷേ അകത്ത് കടുകോളം. സതീശന് വെല്ലുവിളികളേറെ, നിലപാടുകളുടെ ഭാരവുമുണ്ട്. പാർട്ടിക്ക് പുറത്ത് പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയും പാർട്ടി നേതാക്കൾക്കിടയിൽ തീരെ കുറവുമെന്ന അസാധാരണമായ സാഹചര്യം നേരിട്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായതിന് ഏതാണ്ട് സമാനമായ സാഹചര്യം. വി.എസിനെ പാർട്ടി വലിയ കടിഞ്ഞാനിട്ട് നിയന്ത്രിച്ച പോലെ സതീശനെ നിർത്തുമോ എന്ന് കണ്ടറിയണം. ലക്ഷ്മണരേഖ വരച്ചാലും സതീശൻ അതിന് പുറത്ത് കടക്കുമോ? നിരവധി ചോദ്യങ്ങളാണുള്ളത്. 63 കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ 47 പേരും കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും 10-ൽ താഴെ പേരുടെ മാത്രം പിന്തുണ. വ്യക്തിബന്ധം വളർത്തിയും ഭരണ നടപടികളുടെ മികവും കൊണ്ടും ഈ അക്കങ്ങൾ കൂട്ടിയെടുക്കുകയാണ് സതീശൻ നേരിടുന്ന വലിയ വെല്ലുവിളി. പ്രതിപക്ഷ ആക്രമണങ്ങളെ നേരിടാൻ പടനായകന് വിശ്വസിക്കാവുന്ന പട വേണം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കൈക്കൊണ്ട നിലപാടുകളോട് നീതി പുലർത്തുക എന്നതാകും സതീശൻ ഭരണരംഗത്ത് നേരിടുന്ന വലിയ വെല്ലുവിളി. സാമുദായിക സംഘടനകളോടും വർഗീയതയോടും പുലർത്തിയ കർക്കശ നിലപാട് ഭരണം ആവശ്യപ്പെടുന്ന പ്രായോഗികതയിൽ എത്തുമ്പോൾ വെള്ളം ചേർക്കേണ്ടി വരുമോ? സുകുമാരൻ നായരോടൊക്കെയും ഇത്തരം ഓരോ ഘട്ടത്തിലും സതീശൻ എന്ത് നിലപാടെടുക്കുമെന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ മേലും മറ്റും വലിയ സ്വാധീനമുള്ള വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കിയാലേ ഖജനാവ് നിറയൂ. അതിനുള്ള ധൈര്യവും നടപടികളും വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ്. 15-ാം വയസ്സിൽ തുടക്കം, 62-ൽ മുഖ്യമന്ത്രി. 15-ാം വയസ്സിൽ ആരംഭിച്ച രാഷ്ട്രീയ പ്രവർത്തനം 62-ാം വയസ്സിൽ വി.ഡി. സതീശന് സമ്മാനിക്കുന്നത് മുഖ്യമന്ത്രി പദം. രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ, അഭിഭാഷകൻ, ജനപ്രതിനിധി തുടങ്ങിയ നിലകളിലെ മികച്ച പ്രകടനവും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച പിന്തുണയുമാണ് സതീശന്റെ വളർച്ചയ്ക്ക് കുതിപ്പ് പകർന്നത്. 1964 മെയ് 31-നാണ് സതീശന്റെ ജനനം. നെട്ടൂർ പനങ്ങാട് സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും തേവര SH കോളേജിൽ, രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം, തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്നും LLBയും ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും LLMും കരസ്ഥമാക്കി. തുടർന്ന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി. പ്രീ ഡിഗ്രി കാലത്ത് KSUവിലൂടെയാണ് വി.ഡി. സതീശൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ 5 തവണ യൂണിയൻ കൗൺസിലറായി. രാജഗിരിയിൽ കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്നു. 1986-87 MG സർവകലാശാല യൂണിയന്റെ ആദ്യ ചെയർമാനായി. NSU സെക്രട്ടറിയായും പ്രവർത്തിച്ചു. KPCC വൈസ് പ്രസിഡന്റ്, തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി, AICCയുടെ 84-ാം പ്ലീനറി സമ്മേളനത്തിലെ സാമ്പത്തിക പ്രമേയ കമ്മിറ്റി അംഗം, ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ സമിതി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 2021 മെയ് 22-നാണ് പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ ഉന്നത സമിതി അംഗമായും പ്രവർത്തിച്ചു. കൊച്ചി റിഫൈനറി എംപ്ലോയീസ് അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങി നിരവധി ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റായിരുന്നു. 1996-ലാണ് CPIയുടെ കുത്തകയായിരുന്ന പറവൂരിൽ മത്സരിക്കാൻ കോൺഗ്രസ് സതീശനെ നിയോഗിച്ചത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ P. രാജുവിനോട് 1116 വോട്ടിന് തോറ്റെങ്കിലും പറവൂരിൽ താമസിച്ച് രാഷ്ട്രീയം തുടർന്നു. 2001-ൽ സിറ്റിംഗ് MLA P. രാജുവിനെ 7437 വോട്ടിന് തോൽപ്പിച്ച് ആദ്യ ജയം സ്വന്തമാക്കി. 2006-ൽ KM ദിനകരനെ 7792 വോട്ടിനും 2011-ൽ പന്ന്യൻ രവീന്ദ്രനെ 11349-നും 2016-ൽ മുൻ മുഖ്യമന്ത്രി PK വാസുദേവൻ നായരുടെ മകൾ ശാരദാ മോഹനെ 20634 വോട്ടിനും 2021-ൽ MD നിക്സണെ 22,000 വോട്ടിനും സതീശൻ പരാജയപ്പെടുത്തി. ഇക്കുറി 6-ാം മത്സരത്തിൽ TT ടൈസണെ 20,600 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വരും ദിവസങ്ങളിൽ പല വിഷയങ്ങളിലും വളരെ ഗൗരവത്തോടെയുള്ള മറുപടികൾ നൽകേണ്ടി വരും. തൊടുപുഴയിൽ ഇപ്പോൾ NSSനും SNDPക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മുദ്രാവാക്യം വരും ദിവസങ്ങളിൽ വി.ഡി. സതീശന് മേൽ വലിയ ചോദ്യങ്ങളായി ഉയർന്നു വരും. പോയ ദിവസങ്ങളിൽ NSSനെയും SNDPയും വിമർശിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. ഭരണത്തിലേക്ക് എത്തുമ്പോൾ ലീഗിന്റെ മുഖ്യമന്ത്രിയായി സതീശൻ മാറുന്നു എന്ന ചോദ്യങ്ങൾക്ക് സതീശന് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ചർച്ചകൾ ഓർമ്മിപ്പിക്കുന്നത്. ആരാടാ ഈ വെള്ളാപ്പള്ളി, ഏതവനാടാ സുകുമാരൻ? തൊടുപുഴയിലെ ലീഗ് മുദ്രാവാക്യം ചർച്ചയാകുന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന് തൊടുപുഴയിൽ ലീഗ് വിളിച്ച മുദ്രാവാക്യം കേരളമാകെ ചർച്ചയാവുകയാണ്. തൊടുപുഴയിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിന്റെ ആഘോഷ പ്രകടനം നടന്നു. പക്ഷേ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് അല്ല, മുസ്ലിം യൂത്ത് ലീഗാണ്. ഈ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതുതന്നെയാണ് NSS SNDP നേതാക്കളും പറഞ്ഞത്. വി.ഡി. സതീശൻ മുസ്ലിം ലീഗ് നോമിനിയാണെന്നും ഇനിയങ്ങോട്ട് കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണെന്നും. എന്നിട്ട് അതേ കാര്യം വിളിച്ചു പറഞ്ഞ്
പ്രകടനം നടത്തി അവരെ തെറി പറയുന്നു. ഏതായാലും മുദ്രാവാക്യം വിളി തുടരുക, അത് കോൺഗ്രസിന് വോട്ട് ചെയ്ത ഹിന്ദുക്കൾ കേൾക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ തന്നെ വിളിക്കുക എന്നാണ് ചർച്ചകൾ. ഇനിയുള്ള 5 വർഷം കേരളത്തിൽ വലിയ തോതിലുള്ള ഭൂരിപക്ഷ സാമുദായിക ധ്രുവീകരണം നടക്കും. അതിന് കാരണം മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നാണ് വിമർശനം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കുമെതിരായ മുദ്രാവാക്യം ഇടുക്കി ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കുമെതിരായ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ മുദ്രാവാക്യത്തിൽ നടപടിയുമായി നേതൃത്വം. ഇടുക്കി ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു. പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിനാണ് നടപടി. തൊടുപുഴയിലെ ആഹ്ലാദ പ്രകടന ജാഥയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായർക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കിയത്. പാർട്ടിയുടെ അച്ചടക്കത്തിനും അന്തസ്സിനും നിരക്കാത്ത രീതിയിലും പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കിയതിനാണ് നടപടി. ഏതായാലും നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടു. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ലീഗ് പ്രകടനവുമായി തെരുവിലിറങ്ങിയത്. ലീഗ് പ്രകടനത്തിലെ മുദ്രാവാക്യത്തിനെതിരെ BJP. ലീഗാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്, അത്യന്തം അപകടകരമെന്ന് BJP. തൊടുപുഴയിലെ മുസ്ലിം ലീഗ് പ്രകടനത്തിലെ മുദ്രാവാക്യത്തിനെതിരെ BJP നേതാവ് N ഹരി രംഗത്ത്. കേരളത്തിൽ നടക്കാൻ പോകുന്നത് ലീഗിന്റെ ഭരണമെന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനായിരുന്നു പ്രകടനം. ലീഗ് ഭരിക്കും കേരളം എന്നായിരുന്നു മുദ്രാവാക്യം. നികൃഷ്ടമായ മുദ്രാവാക്യം, മതാധിപത്യ രാഷ്ട്രീയ സൂചന നൽകുന്നതായി മുദ്രാവാക്യം വിളികൾ. ഇത് അത്യന്തം അപകടകരം. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കുള്ളിലാണ് മുസ്ലിം ലീഗ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. മുസ്ലിം ലീഗാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയതെന്നാണ് പുതിയ വിമർശനം. മുഖ്യമന്ത്രി കസേര കിട്ടിയെങ്കിലും വി ഡി സതീശന് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ലെന്ന് വ്യക്തം. KC വേണുഗോപാൽ പക്ഷവും രമേശ് ചെന്നിത്തലയിലെ ടീമും എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ നിലപാട് സ്വീകരിക്കുക? ഒറ്റനോട്ടത്തിൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകാനാണ് സാധ്യത. മന്ത്രിസഭാ രൂപീകരണത്തിലും KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇത് പ്രതിഫലിച്ചേക്കാം. രമേശ് ചെന്നിത്തല ഇടഞ്ഞു തന്നെയാണ്. CLP യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂരിലേക്ക്. വിശ്വസ്തരെ നിർദ്ദേശിക്കാൻ നീക്കം. കടുത്ത അമർഷത്തിൽ രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തഴഞ്ഞതോടെ കടുത്ത അമർഷത്തിലാണ് രമേശ് ചെന്നിത്തല. CLP യോഗത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല ഗുരുവായൂരിലേക്ക് പോയി. മന്ത്രിസഭയിലേക്കില്ലെന്ന നിലപാടിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. സീനിയോറിറ്റി പരിഗണിക്കാതെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു എന്നാണ് ചെന്നിത്തലയുടെ പരാതി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെന്നിത്തല തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോയി. കാത്തുനിന്ന അണികളെയോ പ്രതികരണം തേടാനെത്തിയ മാധ്യമങ്ങളെയോ കാണാതെ വീടിന്റെ പിൻഭാഗത്ത് കൂടി അദ്ദേഹം പോയി. ഹരിപ്പാട് വഴി ചെന്നിത്തല ഗുരുവായൂരിലേക്കാണ് പോയത്. മലയാള മാസം 1-ാം തീയതി ആയതിനാൽ പതിവ് ക്ഷേത്ര ദർശനമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. 40 വർഷം മുൻപ് ചെന്നിത്തല മന്ത്രിയാകുമ്പോൾ KSU നേതാവായിരുന്നു വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭയിൽ വെറുമൊരു മന്ത്രിയായിരിക്കാൻ താൻ തയ്യാറല്ല എന്നാണ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചത്. വിശ്വസ്തരെ മന്ത്രിസഭയിലേക്ക് നിർദ്ദേശിക്കാനും നീക്കമുണ്ട്. CLP യോഗത്തിൽ പങ്കെടുക്കാതെ പിന്തുണ കത്ത് നൽകി മാറി നിൽക്കുകയാണ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുമെന്ന് ദീപാദാസ് മുൻഷി പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു നിൽക്കും. MLA മാർ ഹൈക്കമാൻഡിനെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി സംസാരിക്കുമെന്നും അവർ പറഞ്ഞു. KC വേണുഗോപാലിന് ഇനിയും സമയമുണ്ട്. വേണു സന്തുഷ്ടനാണെന്നും നിരാശയില്ലെന്നും മുകളിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ടെന്നും അവർ വ്യക്തമാക്കി. KC വേണുഗോപാലിന് യാതൊരുവിധ മാനസിക വ്യഥയുമില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. രമേശ് ചെന്നിത്തല ഒരു വിമത പ്രവർത്തനവും നടത്തില്ലെന്നും അദ്ദേഹം ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നും K മുരളീധരൻ വ്യക്തമാക്കി. കേരളത്തിലെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ കാര്യത്തിൽ നല്ലൊരു സമീപനമാണ് സ്വീകരിച്ചതെന്നും തീരുമാനമുണ്ടാകാൻ കുറച്ചു ദിവസത്തെ താമസം നേരിട്ടെങ്കിലും ഇത് കേരളത്തിലെ UDFന് പുതിയൊരു ഉണർവ് നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. രമേശ് ചെന്നിത്തല ഒരു തരത്തിലുള്ള വിമത പ്രവർത്തനവും നടത്തില്ലെന്നായിരുന്നു മുരളീധരന്റെ മറുപടി. മുൻപും തനിക്ക് അനുകൂലമല്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടായപ്പോൾ പോലും പാർട്ടിയുടെ നയങ്ങളും അച്ചടക്കവും പാലിച്ച് പ്രവർത്തിച്ച പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് മികച്ച പരിചയസമ്പത്തുള്ളതിനാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം മന്ത്രിസഭയുടെ കരുത്തായി നിലകൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു.